നമസ്കാരം. അമ്മാവന് അടുപ്പിലുമാകാമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരസഭ തകരപ്പറമ്പിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി അവരുടെ ഒരു പരിപാടിയുടെ വേദി കെട്ടിയിരിക്കുന്നത്. വഞ്ചിയൂർ പോലീസ് ഇപ്പോൾ അതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. എന്തായാലും വാർത്ത റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമിയെ അഭിനന്ദിക്കുകയാണ്. അതിനകത്ത് അവർ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മുൻപ് ഇതേ വഞ്ചിയൂരിൽ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി വേദി കെട്ടിയതിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലുണ്ടായ കോലാഹലം ആരും മറന്നിട്ടില്ല. അത്രത്തോളം മാധ്യമങ്ങൾ വാർത്ത ആഘോഷമാക്കിയ വിഷയത്തിൽ ഇപ്പോൾ മാതൃഭൂമി മാത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് തകരപ്പറമ്പ് പോലെ തിരുവനന്തപുരം നഗരത്തിൽ പോയവർക്കറിയാം, ഈ തകരപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കിഴക്കേക്കോട്ടയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട റോഡാണ്. വഞ്ചിയൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത്, അതായത് കോടതിയിലേക്ക് ഉൾപ്പെടെ പോകാൻ പറ്റുന്ന പ്രദേശമാണ്, ബൈപ്പാസിലേക്ക് പോകാൻ പറ്റുന്ന പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ രാവിലെ ജനത്തിരക്ക്, അതായത് ഓഫീസിൽ പോകേണ്ടവർ, സ്കൂളിൽ പോകേണ്ടവർ, മറ്റാവശ്യത്തിന് പെട്ടെന്ന് പോകാൻ ഉപയോഗിക്കുന്ന കാര്യം, പ്രധാന റോഡിൽ ഗതാഗത തിരക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ തകരപ്പറമ്പ് റോഡാണ് പൊതുവെ ആശ്രയിക്കാറുള്ളത്. ഒരുപാട് കടകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ റോഡാണ് ഇവിടെ ഉള്ളത്. അവിടെയാണ് മാടമ്പി സ്വഭാവം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. ആ വിഷയം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നലകളിൽ ഇതേപോലെ ഒരു വേദി റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി CPM നേതാക്കന്മാർ വഞ്ചിയൂരിൽ ചെയ്ത വിഷയത്തിൽ എങ്ങനെയാണോ മാധ്യമങ്ങളുടെ ശ്രദ്ധയുണ്ടായത്, എങ്ങനെയാണോ കോടതിയുടെ ശ്രദ്ധയുണ്ടായത്, എങ്ങനെയാണോ അതിൽ ഇടപെടലുകൾ, നടപടികൾ ഉണ്ടായത്, അതുണ്ടാകുമോ എന്ന് നമ്മൾ ഗൗരവതരമായി നോക്കിക്കാണുകയാണ്. എന്തായാലും ആ റിപ്പോർട്ട് ചെയ്ത വാർത്ത ഒന്ന് കണ്ടേ. റോഡിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെടുത്തി തിരുവനന്തപുരം നഗരസഭ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ വേദി തകരപ്പറമ്പിലാണ്. ഇത്തരത്തിൽ റോഡിന്റെ ഒരു ഭാഗം തടസ്സപ്പെടുത്തി വേദി പണിതിരിക്കുന്നത്. ഇത്തരത്തിൽ വേദി പണിയാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് വഞ്ചിയൂർ പോലീസും പറയുന്നു. ഇത് ഇവിടെ നമ്മൾ മറ്റൊരു വാർത്തയ്ക്ക് പോകും വഴി ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് ഇത് നമുക്ക് പോലും വ്യക്തമാക്കുന്നത്. കാരണം നമ്മൾ മിനിറ്റുകളോളം ഇവിടെ കാത്തു കിടന്നതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞത്. അങ്ങനെ വരാൻ കഴിഞ്ഞത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടല്ല, മറ്റ് അടിയന്തര കാര്യങ്ങളല്ല. അതിനപ്പുറത്തേക്ക് ഒരു പരിപാടിയുടെ വേദി, നഗരസഭയുടെ പരിപാടി, ഈ നഗരത്തിന്റെ ഗതാഗതം പൂർണ്ണമായി സുരക്ഷിതമായി കൊണ്ടുപോകേണ്ട നഗരസഭയുടെ ഒരു വേദിയാണ് ഇത്തരത്തിൽ എന്തായാലും നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ പോലീസ് ഫോട്ടോ ഉൾപ്പെടെ എടുക്കുന്നുണ്ട്. എന്തായാലും വഞ്ചിയൂർ പോലീസ് ഫോട്ടോ ഉൾപ്പെടെ എടുക്കുന്നുണ്ട്. അവർക്കറിയില്ലായിരുന്നു ഈ പരിപാടി ഇങ്ങനെ വേദി പണിയുന്നു, അനുമതിയില്ലായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഇത് വലിയ ഗതാഗത കുരുക്കിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 9 മണി കഴിയുകയാണ്. വാഹനങ്ങൾ ഇനിയും ഇതുവഴി പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും പോലീസ് ഇതുവഴി കടന്നു പോയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പുറത്തേക്ക് ഈ നഗരസഭ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ഒരു പരിപാടിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ലായിരുന്നു എന്ന പ്രതീക്ഷയും കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അവർക്ക് തന്നെ ആശ്ചര്യമാണ്. ഈ റോഡിൽ ഇത് ആർക്കും വ്യക്തമാണ്. അവിടുത്തെ ഗതാഗതം ഒന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല, മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയിട്ടില്ല. വാഹനങ്ങൾ നിന്നും കാത്തുനിന്നും കടന്നു പോകേണ്ട അവസ്ഥയിലേക്ക് ഒരു വേദി പണിയുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട അനുമതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് വഞ്ചിയൂർ പോലീസും ഈ വിഷയം അറിയുന്നത്. അവർ ഇവിടേക്ക് വരുന്നത്. ഇവിടേക്ക് വന്ന ആദ്യം നമ്മോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഇത് റോഡിലേക്ക് കയറ്റി തന്നെയാണ് പണിഞ്ഞിരിക്കുന്നത്, അനുമതി നൽകിയിട്ടില്ല, അനുമതി വാങ്ങിയിട്ടുമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ പരിപാടി ഇനി എപ്പോൾ തുടങ്ങാനാണ് എന്ന് പോലും നമുക്കറിയില്ല. കാരണം സമയം കൃത്യമായി പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, വേദിയിലും എത്തിയിട്ടില്ല, സദസ്സിലേക്കും ആളെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്ര മണിക്കൂർ ഇങ്ങനെ കിടക്കാൻ കഴിയും എന്നുള്ളൊരു പ്രശ്നമില്ലേ എന്നുള്ള ചോദ്യമാണ്. വഞ്ചിയൂരൊക്കെ ഇത്തരത്തിൽ മുൻപ് CPMന്റെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഘട്ടത്തിൽ പ്രതിഷേധത്തിനായി ഇറങ്ങിയ ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ വേദി പണിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ സൗകര്യത്തിന് വേദി പണിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് പരിപാടി നടത്താമെന്ന് ചിന്തിക്കുമ്പോൾ ഏത് സ്ഥലത്താണ് ഈ വേദി പണിയുന്നത് സൗകര്യം അല്ലെങ്കിൽ ചട്ടലംഘനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെറും രാഷ്ട്രീയം മാത്രമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇത് ഇങ്ങനൊരു അനുമതി നൽകുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിശൂന്യമായ നിലപാടായി, നടപടിയായി മാത്രമേ കാണാൻ കഴിയൂ. കാരണം ഇപ്പോൾ നമ്മുടെ ക്യാമറമാൻ ജയേന്ദ്രൻ പുല്ലമ്പാറ നിൽക്കുന്നത് പോലെ ആ റോഡിന്റെ സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒരാൾ നിന്ന് നടക്കാൻ ശ്രമിച്ചാൽ പോലും വാഹനം ബ്ലോക്ക് ആവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ഇടുങ്ങിയ നിലയിലാണ് ഇത് കാണുന്നത്. കണ്ടല്ലോ, തനി തെമ്മാടിത്തം എന്നല്ലാതെ മറ്റൊരു വാക്കും അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം ഞങ്ങളായിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആകാം. ഞങ്ങൾ പഴയ രാജപരമ്പരകളുടെ പിൻതലമുറക്കാരായതുകൊണ്ട് ഭരണം ഇപ്പോൾ സംഘപരിവാറുകാരുടേതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ കുലമഹിമ വെച്ചിട്ട് തലസ്ഥാനത്ത് എവിടെ എപ്പോ വേണമെങ്കിലും നമ്മൾക്കിത് ചെയ്യാം. ഞങ്ങൾ രാജപരമ്പരയുടെ പിൻതലമുറക്കാരായതുകൊണ്ട് ഈ നാട്ടിലെ പ്രജകളായിട്ടുള്ളവർ മാറിപ്പൊയ്ക്കൊള്ളണം.
അതല്ലേ മനോഭാവം? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? നിങ്ങൾക്ക് തകരപ്പറമ്പിലൂടെ യാത്ര ചെയ്തവർക്കറിയാം, രാവിലെ അത്യാവശ്യപ്പെട്ട ആ പ്രദേശത്ത് താമസിക്കുന്നവർ നിരവധി വാഹനങ്ങൾ ബൈപ്പാസിൽ നിന്ന് ഉൾപ്പെടെ ഗതാഗതക്കുരുക്ക്, അതായത് പേട്ട ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ സിഗ്നലിംഗ് സംവിധാനവും തിരക്കും കൊണ്ട് വലിയ കാലതാമസം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആശ്രയിക്കാറുള്ളത്, അതായത് നഗരത്തിലേക്ക് വരാൻ കിഴക്കേക്കോട്ട, തമ്പാനൂര് അല്ലെങ്കിൽ കരമനയൊക്കെ പോകാൻ വേണ്ടി ആശ്രയിക്കുന്നവർ പ്രധാനമായി റോഡ് ഉപയോഗിക്കാറുണ്ട്. അവിടെയാണ് നോക്കിയേ, ഒരു സൈഡിലൂടെ മാത്രം വാഹനം. നേരത്തെ വഞ്ചൂരിൽ CPM പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി കെട്ടിയ വേദിയിൽ ഗതാഗതം അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരുന്ന ഒരു റോഡിലാണ് അങ്ങനെ വേദി കെട്ടിയിട്ട് പോലും അത്രത്തോളം വിവാദമാവുകയും ആ വേദി കെട്ടിയതിന്റെ ഭാഗമായി ഹൈക്കോടതി നേരിട്ട് ഏരിയ സെക്രട്ടറിക്കെതിരെയും ബന്ധപ്പെട്ടവരുടെയും കണ്ടാലറിയാവുന്നവരെയൊക്കെ നേരിട്ട് കോടതിയിൽ വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ടായി. അത്തരം ശക്തമായ ഇടപെടലുകൾ ഈ വിഷയത്തിലും ഉണ്ടാകുമോ എന്ന് വളരെ കൃത്യമായി നോക്കിക്കാണേണ്ടതാണ്. കാര്യം പക്ഷം പിടിക്കലുകൾ നമ്മുടെ നാട്ടിലില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് എപ്പോഴാണ്? ഒരേപോലത്തെ അല്ലെങ്കിൽ സമാന വിഷയം ഉണ്ടാകുമ്പോൾ സമാന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം, സമാന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അതിന്റെ വികാരം ഉണ്ടാകണം. സഞ്ചാര സ്വാതന്ത്ര്യവും മനുഷ്യന്റെ അവകാശവും ഗതാഗതവും ഉൾപ്പെടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അനുമതി പോലും മേടിക്കാതെ, വഞ്ചൂർ പോലീസ് ഉൾപ്പെടെ പറയുന്നത് അവരോട് അനുമതി മേടിച്ചിട്ടില്ല, അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. കാര്യം ഞങ്ങൾക്ക് എന്തിന് അനുമതി? ഞങ്ങൾ രാജ്യപരമ്പരകളിൽപ്പെട്ടവരല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കോടതി, ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ നിയമം, ഞങ്ങൾ തന്നെയാണ് ഇവിടുത്തെ നിയമ സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് എപ്പോഴാണ് പരിപാടി എന്നും പോലീസിനെ പോലും അറിയിക്കാതെ മേയർ ഉൾപ്പെടെയുള്ളവർ ചെയ്തിരിക്കുന്ന ഈ ധാർഷ്ട്യം. ഉറപ്പായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയുടെ പരിപാടി ആയത് കൊണ്ട് തന്നെ ഇതിൽ മേയർ, ഡെപ്യൂട്ടി മേയർ, ബന്ധപ്പെട്ട കൗൺസിലർ ഉൾപ്പെടെ ആരൊക്കെയാണോ ഉള്ളത് അവർക്കെതിരെ എല്ലാം കേസെടുക്കേണ്ടതുണ്ട്, ശക്തമായിട്ടുള്ള പിഴ ചുമത്തേണ്ടത് കൂടിയുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ വളരെ പീക്ക് ടൈം ആയിട്ടുള്ളത്, കാര്യം ഇന്നൊരു അവധി ദിവസം പോലും അല്ല, സ്കൂളുകളിലും ഓഫീസുകളിലും എല്ലായിടത്തും പോകേണ്ട മനുഷ്യർ, ആശുപത്രികൾ, മറ്റാവശ്യങ്ങൾ, അങ്ങനെ പോകുന്ന മനുഷ്യരെ വഴിയിൽ തടസ്സപ്പെടുത്താനായിട്ട് പൊതു ഇടങ്ങളിൽ, അതായത് ഒഴിഞ്ഞ ഒരു പ്രദേശവുമില്ല, റോഡിൽ കൊണ്ടുവന്ന് ആരോടും ചോദിക്കാതെ വേദിയും കെട്ടി കസേരയും ഇട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഹുങ്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്താൽ ആരിവിടെ ചോദിക്കാനെന്നുള്ള മനോഭാവമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് പോലീസ് പോലും അറിയാതെ ഇങ്ങനെ ഒരു കാര്യം അവിടെ നടത്തിയതിനെ സംബന്ധിച്ച് വാർത്തകൾ വരുമ്പോൾ ഇതേ വഞ്ചൂരിൽ അന്ന് CPM വേദി കെട്ടിയപ്പോൾ കാട്ടിയ അതേ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഇവിടെ തകരപ്പറമ്പിലും ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടും തമ്മിൽ വലിയ കിലോമീറ്റർ വ്യത്യാസമില്ല, ഏകദേശം 2-3 കിലോമീറ്റർ അപ്പുറവും ഇപ്പുറവും നടന്ന ഈ വിഷയത്തിൽ ഇന്നലകളിൽ എന്താണോ കോടതികൾ ഉൾപ്പെടെ ഇടപെട്ടത് അത് അതേപടി തന്നെ ഇവിടെയും ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾക്ക് പോലും ചില കാര്യങ്ങളിൽ പക്ഷപാതിത്വമുണ്ടെന്ന് ഈ നാടിന് പൊതുവെ സംശയിക്കേണ്ടതായിട്ട് വരും.